മതിയോ? അത്രയും മതി. മഹാത്മാ ശ്രീ യജമാന അയ്യങ്കാളിയുടെ 149ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഇവിടെ ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ മഹാവ്യക്തികൾക്കും എൻ്റെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വാഗതം. പൂർവികരെ അനുസ്മരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റിരിക്കുക. പട്ടികജാതി പട്ടികവർഗ ജനവും സമൂഹത്തിനും മറ്റ് മത പിന്നോക്ക ജനവിഭാഗത്തിനും വേണ്ടി കുടികൊണ്ട ഡോക്ടർ അംബേദ്കറും മഹാത്മാ അയ്യങ്കാളിയും ഇവിടെ അനുസ്മരണ യോഗങ്ങൾ പല പ്രാവശ്യങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മഹാത്മാ അയ്യങ്കാളിയുടെ 149ാമത് ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്ന ഈ ചടങ്ങിൽ ഇത്രയും പങ്കെടുത്ത എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് മറ്റുള്ളവർ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് വന്നെടുത്ത എല്ലാവർക്കും വരാനിരിക്കുന്ന എല്ലാവർക്കും ഒരു നന്ദി പറയാനുണ്ട്. മുഖ്യ പ്രാസംഗികനായ ബിനോജ് സാർ അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചു. എല്ലാവർക്കും എൻ്റെ മൈത്രിപൂർണമായ ജയിക്കും. മഹാത്മാ അയ്യങ്കാളി സാംസ്കാരിക സമിതി നായരമ്പലത്തിലെ ഈ സംഘാടക കമ്മിറ്റി മഹാത്മാ അയ്യങ്കാളിയുടെ 149ാം ജന്മദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യ പ്രാസംഗികൻ എന്നൊരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പല സ്ഥലങ്ങളിലും ക്ലാസ്സുകൾ ചെറിയ തോതിൽ എടുത്തു കൊടുക്കാറുണ്ട്, പക്ഷേ മുഖ്യ പ്രാസംഗികനൊന്നുമല്ല. പക്ഷെ എന്തോ അവർ അത്തരമൊരു പേര് ചേർത്തുകൊണ്ട് അധ്യക്ഷൻ എൻ്റെ പേര് വിളിക്കുകയുണ്ടായി. സമയം 12:10. മുഖ്യ ഭാഷകൻ എന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ ഒരു പ്രസൻറ്റിൽ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് മഹാത്മാ അയ്യങ്കാളിയെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ചെറിയ കഥകളിലൂടെ ചരിത്ര സംഭവങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാക്സിമം കഷ്ടപ്പെടും. കാരണം കഴിഞ്ഞ ആഴ്ച മുഴുവൻ വലിയ നീണ്ട യാത്രയിലായിരുന്നു. ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ ഞാൻ കഴിവതും ബസ്സിലും ട്രെയിനിലിരുന്നാണ് പുസ്തകങ്ങൾ അത്രയും വായിച്ചു തീർത്തത്. അതിൽ നിന്നും നോട്ട് ചെയ്തെടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2011 ജനത മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തെടുത്തു. ആ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്ക് പേരിൽ നിന്ന് തന്നെ ആരംഭിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഹാത്മാ അയ്യൻകാളി. എന്താണ് അയ്യൻ എന്ന പേരിൻ്റെ അർത്ഥവും എന്താണ് കാളി എന്ന പേരിൻ്റെ അർത്ഥവും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനതയ്ക്ക് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് വളരെയധികം നാണം, അറപ്പ്, വിദ്വേഷം, അകന്നു നിൽക്കാനുള്ള താല്പര്യം എന്നിവ ഈ പേരിൽ നിന്നും ഉണ്ടാകാറുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിലെ ഒരു വോളിബോൾ ടൂർണമെൻറ്റ് കാണാൻ വേണ്ടി കോളേജ് വോളിബോൾ ടൂർണമെൻറ്റ് കാണാൻ പോയപ്പോൾ ഏറ്റവും മോശമായ കുട്ടികളെ ആ ഓഡിയൻസ് വിളിക്കുന്നത് അയ്യൻകാളി അയ്യൻകാളി എന്നാണ് ആ കോളേജ് ക്യാമ്പസിലെ കുട്ടികൾ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് എനിക്കും തോന്നി
എന്തോ മോശമായിട്ട് എന്തുള്ള പേരായിരിക്കും ഇതൊക്കെ എന്നത്. പിന്നെ പ്രീഡിഗ്രി കഴിഞ്ഞ് ഞാൻ ശരിക്കും പഠിക്കാൻ വേണ്ടിയൊക്കെ തുടങ്ങിയപ്പോഴാണ് ഈ വാക്കിൻ്റെ മീനിങ്, ഇതിൻ്റെ അർത്ഥം എത്രമാത്രം സ്പഷ്ടമാണ്, എത്രമാത്രം അഭിമാനം ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അയ്യൻ എന്ന് പറയുന്ന ഈ വേർഡ് തമിഴ് ഭാഗത്തു നിന്നാണ് ഈ വീട് ഉണ്ടായി വന്നത്. നമ്മളിപ്പം സിനിമയെ കാണുമ്പോൾ ഇപ്പം കേൾക്കാണ്ട് അയ്യനെ കൂപ്പിട്, അയ്യനോട് പേസ്, അയ്യനൊരു ആൻസർ പറ എന്നൊക്കെ തമിഴിൽ പറയാറുണ്ട്. അയ്യ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അയ്യ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെസ്പെക്റ്റഡ് പേഴ്സൺ, ബഹുമാനിക്കുന്ന, പൊതുജനം ബഹുമാനിക്കുന്ന ആളിനെയാണ് അയ്യ എന്ന് തമിഴിൽ പറയുന്നത്. അതിൽ നിന്നാണ് അയ്യൻ എന്ന പേരുണ്ടാകുന്നത്. അയ്യൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു വ്യക്തിനെ കേന്ദ്രീകരിച്ച് വരുന്നത്. സെൽഫ് റെസ്പെക്റ്റഡ്, സ്വയം ബഹുമാനിക്കുക. ശബരിമല അയ്യപ്പനെ അയ്യ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ശബരിമലയ്ക്ക് കെട്ടൊക്കെ നിറയ്ക്കുന്ന സമയത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അവരെന്താ അയ്യ എന്നാണ് വിളിക്കുന്നത്. ചില സ്വാമി ശർമ്മയ്യപ്പ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് അയ്യ എന്ന് കൂടി അവർ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. ഈ വേർഡിൽ നിന്നാണ് അയ്യൻ എന്നുള്ള വേർഡ് ആ ഒരു ജനത കാത്തു സൂക്ഷിച്ച് കൊണ്ടുവന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഒത്തിരി ഈ പുതിയ ഇടപെടൽ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ബോധപൂർവം ഇത്തരം പേരുകളിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടി സൈക്കോളജിക്കലി ശ്രമിക്കുന്നുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അയ്യ എന്നുള്ള വാക്ക് സെൽഫ് റെസ്പെക്റ്റഡ്, സ്വയം അഭിമാനിക്കുന്ന എന്നാണ് അയ്യ എന്ന വാക്കിന് ഉദ്ദേശിക്കുന്നത്. രണ്ട് കാളി. എന്താ കാളി? ദ്രാവിഡ ജനതയിലെ വുമൺസ്, സ്ത്രീ ദൈവങ്ങളെ അറിയപ്പെട്ടിരുന്നതാണ് കാളി, ഒറ്റമുലച്ചി, മറുത. ഇതൊക്കെ ദ്രാവിഡ കാലഘട്ടത്തിലുള്ള സ്ത്രീ ദൈവങ്ങൾ. ഇപ്പം സ്ത്രീകൾ വളരെയധികം പിന്നോക്കമായി അടിച്ചമർത്തപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സംസ്കാരം സ്ത്രീകളെ ദൈവമായിട്ട് അംഗീകരിച്ച് ബഹുമാനിച്ച് നടന്നു പോയൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്നാണ് കാളി എന്ന പേരുണ്ടാകുന്നത്. വാട്ട്സ് ദ മീനിങ് ഓഫ് കാളി? സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കുക. എന്താണ് കാളിയുടെ അർത്ഥം? എന്താണ് ഒറ്റമുലിച്ചയുടെ അർത്ഥം? എന്താണ് മറുതായുടെ അർത്ഥം? മറുത എന്ന് പറയുന്നത്, താ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ തമിഴില്? അമ്മ. തായ്, അമ്മ. മറുത, മറ്റൊരു അമ്മ. മറുത. കാളിയോ? വളരെ ശ്രദ്ധിക്കേണ്ടത്, മറുത എന്ന് ദ്രാവിഡ ജനത മറുതായനെ ബഹുമാനിച്ചിരുന്നത് കൊച്ചു കുട്ടികൾ വീട്ടിൽ ഉണ്ടാവുമ്പോൾ അച്ഛനും അമ്മയും ജോലിക്ക് പോകാനോ മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയുടെ സംരക്ഷണം ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ വേണ്ടി ഒരു ദൈവത്തെ അവർ മാനസികമായിട്ട് കരുതിയിരുന്നു. അതാണ് മറുത. മറ്റൊരമ്മ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കണമേ, മറ്റൊരമ്മ എൻ്റെ കുഞ്ഞിന് എപ്പോഴും പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി തരണമേ. ഞാൻ ജോലി ചെയ്യാൻ പോവുകയാണ്, ഞാൻ ജോലിയായിട്ട് വരുന്നവരെ എൻ്റെ ഭാര്യേനെയും കുട്ടികളെയും മറുത. ആ അമ്മ നമ്മുടെ വല്യമ്മയുടെ കയ്യിൽ കുട്ടികളെ ഏൽപ്പിക്കുകയല്ലേ, ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയല്ലേ, അതുപോലെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. മറുത എന്നുള്ള ഒരു സ്പിരിച്വലി വുമൺ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ് മറുതയുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കുട്ടികളെ സംരക്ഷിക്കുക, വീട്ടിനെ പരിപാലപ്പെടുത്തുക, ഇത്തരം ഈ വെളിയിൽ നിന്നുള്ള ഈ അതിക്രമങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുക, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മറുത എന്ന അമ്മ ദ്രാവിഡ കൾച്ചറിൽ ജനത ഉപയോഗിക്കുന്നത്. കാളി എന്ന് പറഞ്ഞാൽ അതല്ല. കാളി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ. സംരക്ഷണം. എവിടെ സംരക്ഷണം? ആരോഗ്യകരമായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ, നമ്മൾ വെള്ളത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുമ്പോൾ ആ സമയത്ത് മറുതാനെ അല്ല നമ്മൾ മനസ്സിലോർക്കുന്നത്, കാളീനെ. നമുക്കെന്താ ആന്തരിക എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. പിടികിട്ടുന്നുണ്ട്? ആന്തരിക എനർജി ഉൽപ്പാദിപ്പിക്കാൻ. നമ്മുടെ വീട്ടിൽ ചില വല്യമ്മമാരൊക്കെ ചിലപ്പോൾ കാണും. അപ്പം നമ്മൾ ഭയങ്കര മാനസികമായിട്ട് തയ്യാറായിട്ട് തളർന്നൊക്കെ ഇരിക്കുമ്പോൾ അവർ ദുഃഖിക്കാതെ, നിന്റെ വില്ലേജൻ ഇങ്ങനെ അല്ലായിരുന്നു, നിന്റെ വില്ലേജൻ വളരെ സ്ട്രോങ് ആയിരുന്നു. ഇങ്ങനെ ഇവർ വാക്കിലൂടെ എനർജി തന്ന് നമ്മളെന്ത് ചെയ്യും? ആ ദുഃഖ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച്